ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ആലുപൂരിയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ സാധാരണ ആലുപൂരി ഉണ്ടാക്കുന്ന പോലെയല്ല, ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല പൂരിയാണിത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ചായൻ്റെ കൂടെ അങ്ങനെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം തന്നെ ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് മാറ്റി വെച്ചതാണിത്. ഇത് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നാൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കയ്യോ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ കട്ടയില്ലാണ്ട് ഉടച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 മതി. ഞാൻ ചെറുതായതുകൊണ്ട് തന്നെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 400 ഗ്രാം പൊടിയിലേക്കുള്ള അളവാണ് ഞാൻ പറയുന്നതല്ലോ കേട്ടോ. അപ്പോൾ പൊടി നിങ്ങളിതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ അളവും നിങ്ങൾ കൂട്ടി കൊടുക്കുക. എങ്കിലേ നമുക്ക് ആ ഒരു ആലുപൂരി എന്ന് പറയുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് അതിൽ വരുള്ളൂ. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം മൈദ, 200 ഗ്രാം ഗോതമ്പ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മൈദ മാത്രം വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് ചെയ്യുക. ഞാനിപ്പോൾ രണ്ടും കൂടെ പകുതി പകുതി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇത് കൂടുതലായിട്ട് വേണ്ടവർക്ക് കൂടുതലായിട്ട് ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു കളറിന് ആവശ്യമായിട്ടുള്ളതാണ്. ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ തേങ്ങയാണ് കേട്ടോ. ഒരു കൈപ്പിടി ചിരകിയ തേങ്ങയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പൂരിക്ക്. അപ്പോൾ ആലുപൂരിയിൽ സാധാരണ തേങ്ങ ചേർക്കാറില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജീരകം ചേർക്കുക, ഇല്ലെങ്കിൽ അയമോദകം വേണമെങ്കിലൊക്കെ ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നനവുകൊണ്ട് തന്നെ കുറച്ച് മാവൊന്ന് മിക്സായി കിട്ടും. പിന്നെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാത്രം നമ്മൾ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. അപ്പം നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സാധാരണ വെള്ളം വെച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒന്നിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുകയാണെങ്കിൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ നമ്മൾ പൊടി വീണ്ടും ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കുറയുമല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പൂരിയുടെ ആ ഒരു പാകത്തിലാക്കിയിട്ട് കുഴച്ചെടുക്കുക. എല്ലാവർക്കും ഒരേ പൂരി ഒരുപാട് ലൂസാക്കിയിട്ട് കുഴക്കരുത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ കുടിക്കും കേട്ടോ. കുറച്ച് ടൈറ്റായിട്ട് തന്നെയാണ് പൂരിയുടെ മാവ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ കഴിച്ചിട്ട് തന്നെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്നുകൂടെ ഒന്ന് കുഴച്ചിട്ടൊന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 10 മിനിറ്റ് വെക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് പരത്തിയിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് സമയം മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി നമുക്കൊരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ പൂരിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വലിയ ബോളുകളാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഇതിലും ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉരുളകൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ജീരകം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, എള്ള് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ അയമോദകം ചേർത്താലും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അത് ചേർക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്കതിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. അപ്പോൾ ഇത്രയും വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചപ്പാത്തിയുടെ പ്രസ്സിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പലകയിൽ വെച്ചിട്ടൊക്കെ പരത്തിയെടുക്കുക. ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും പരത്താം. ഞാനിപ്പോൾ പ്രസ്സിലൊന്ന് അമർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്ത് തന്നെ നമ്മൾ ഓയിലൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പരത്തലും ചൂടലും കൂടെ ഒന്നിച്ച് തന്നെ കഴിയും കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുന്നതും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ട സമയത്ത് തന്നെ ഒരുപാട് ചൂടാക്കിയിട്ട്
പൂരി കരിഞ്ഞു പോകരുത്. അപ്പോൾ ആ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ടെങ്കിൽ പൂരിയുടെ ആ ഒരു യെല്ലോ കളറൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാനായിട്ട്. നല്ല തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂരി ബ്രൗൺ കളറായി പോകും. അപ്പോൾ നമുക്ക് ആ ഒരു ആലുപൂരിയുടെ ആ ഒരു കളറ് ശരിക്കും കിട്ടൂല കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. സാധാരണ പൂരി ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു ഭാഗം റെഡിയാകുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം പൊള്ളി വരുന്ന സമയത്ത് നമുക്കിതുപോലെ കോരി മാറ്റാം. ഞാനിപ്പോൾ ഈ ഒരു എന്താ പറയുക ഒരു കോല് വെച്ചിട്ട് കുത്തിയെടുക്കുന്ന പറഞ്ഞാൽ എനിക്ക് ഫ്രൈ ചെയ്യാൻ ഇതാണ് സുഖം കേട്ടോ. ഒരു ചട്ടകാണെങ്കിൽ ചട്ടകം വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെ കോരി എടുക്കാറില്ല. അപ്പോൾ ഇതുപോലെ കോല് വെച്ചിട്ട് എടുക്കുന്നതിൻ്റെ കാരണം അതാണ് കേട്ടോ. ഒരുപാട് എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു പപ്പട കോലൊക്കെ ആണെങ്കിലും അത് വെച്ചിട്ട് കുത്തിയെടുക്കുകയാണെങ്കിൽ പൂരി ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതാണ് സുഖം തോന്നുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് പൊള്ളി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ പൂരിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൂരികളെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പൊറോട്ടയുടെ റെസിപ്പി കേട്ടോ കൂടുതലായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊറോട്ട പൂരിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇതിൽ എന്ത് വെറൈറ്റി ഉണ്ടെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ വീഡിയോസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഒരിക്കലും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ടൊന്നും ഫ്രൈ ചെയ്യുന്നത് ഞാൻ കാണിക്കണില്ല കേട്ടോ. തീ കൂട്ടി വെക്കരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പപ്പടക്കോല് വെച്ചിട്ടോ സ്ക്യൂർ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കുത്തിയെടുക്കാം. ചട്ടകം തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ പൊള്ളി വരും. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കറികളൊന്നും വേണ്ട. ഇനി കറി കൂട്ടി കഴിക്കുന്നവരാണെങ്കിൽ അതുപോലെ കഴിക്കുക. അതിൽ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചായയുടെ കൂടെ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും സ്നാക്കായിട്ടൊക്കെ കഴിക്കാം. ഡിന്നറിന് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് അധികം കഴിക്കാറില്ലാത്തതുകൊണ്ട് നമുക്ക് വേണ്ടെന്ന് വെക്കാം. ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ വൈകുന്നേരം സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ചൂടോട് കൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് ടേസ്റ്റ്. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ.